ഉൾപ്പുണ്ടെങ്കിൽ പലിശക്കെതിരെ താങ്കൾ ക്യാമ്പയിൻ നടത്തുമോ? അതെ, നിങ്ങൾ അല്ലാഹു ഹറാമാക്കിയ പലിശയുടെ പ്രചാരകനാണ്. പലിശയും വട്ടിപ്പലിശയും വാങ്ങാനും കൊടുക്കാനും നിങ്ങളുടെ പത്രത്തിലൂടെ ആഹ്വാനം ചെയ്തവരാണ്. മർക്കസ് കോംപ്ലക്സ് അടക്കം പണയം വെച്ചവരാണ്. ഇങ്ങനെ ആക്കേണ്ട സാധനങ്ങളെ നിങ്ങളുടെ പൊയ്മുഖം ഞങ്ങൾ ജനസമൂഹത്തിന് മുമ്പിൽ കാണിക്കാൻ പോകുകയാണ്. ശ്രോതാക്കളെ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ഡിസ്ക, സാക്ഷാൽ നടക്കാവ് വിളക്ക്, സിറാജ് ദിനപത്രം. സംശയിക്കേണ്ട ജനങ്ങളെ, നിങ്ങളൊരു പക്ഷേ ഈ വിളക്ക് പത്രം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഉസ്താദുമാരുടെ ഗുരുത്തക്കേടുകൾ വാങ്ങി അലയുന്ന ഇക്കൂട്ടർക്ക് ഫിത്നകളും അസൂയകളും നുണകളും അനുയായികളോട് പങ്കുവെക്കാൻ ഇവർ പുറത്തിറക്കുന്ന പത്രം. മിസ്റ്റർ കാന്തപുരം ചെയർമാനായ തൗഫീഖ് പബ്ലിക്കേഷനാണ് ഇത് പുറത്തിറക്കുന്നത്. ശേഖിന്റെ ആത്മീയ നേതൃത്വത്തിൽ ഇറക്കുന്ന ഈ പത്രത്തിലാണ് ചൂതാട്ടത്തിനും ലോട്ടറികൾക്കും ഭാഗ്യക്കുറികൾക്കും പലിശ വാങ്ങാനും അനുമതി നൽകുന്നത്. മിസ്റ്റർ കാന്തപുരം, സത്യത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം മാത്രമാണ് ഈ സുന്നി ദിശയിലൂടെ ഉണ്ടാകുകയെന്ന് താങ്കൾ അറിയിച്ചതാണ്. നിങ്ങളെ വിശ്വസിച്ച് അനുയായികൾ അതിന്റെ വരിക്കാരായി. എന്നിട്ട് നിങ്ങൾ അവരുടെ ആശ്രയം നശിപ്പിക്കുകയാണോ മിസ്റ്റർ കാന്തപുരം? പലിശ ഹറാമാണ്. ദീൻ ശക്തമായി നിരോധിച്ചതാണ്. പലിശ കമ്പനിക്ക് പരസ്യം നൽകുന്നതിന്റെ മതവിധി എന്താണ് കാരന്തോരികളെ? ഇത് തന്നെയാണ് ഫാസിൽ ഉസ്താദ് ചോദിച്ചത്. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വക്കം വിവരിച്ചാണ്. കാരണം കാന്തപുരത്തിൽ നല്ല മനുഷ്യന്മാരാണ്, അവർ നല്ലവരാണ്, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തക്കങ്ങൾ സ്വാധീനങ്ങളാണ്. അത് നാട് ഞാൻ പറഞ്ഞില്ല, അയാൾക്ക് അനുയായികൾക്ക് ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? അതിന്റെ ശബ്ദം നിങ്ങളുടെ ഉറക്കം കെടുത്തിയല്ലേ മിസ്റ്റർ കാന്തപുരം?